ഇപ്പൊ തന്നെ ഡയസ് ഇൻവെസ്റ്റിന്റെ ഇപ്പൊ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 750-ലധികം മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഡയസ് ഇൻവെസ്റ്റ് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 23-24 ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ 2027 ആകുമ്പോഴേക്കും ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു, എനിക്ക് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വ്യക്തി അന്ന് ഇപ്പൊ ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ വഴി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ 1.5 കോടിയുടെ അവിടെ ഒരു 20 ലക്ഷം രൂപ പോലും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോയിൽ പല അടിയിൽ വന്ന് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡയറക്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോങ് ടൈമിലേക്ക് ഒരു 1-2% ഒക്കെ നിങ്ങൾക്ക് ലാഭിക്കാം എന്നുള്ള ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. ആക്ച്വലി ഇവർ വിചാരിക്കുന്നത് ഇതിനകത്ത് എന്തോ ഹ്യൂജ് പ്രോഫിറ്റ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ സാറിനോട് ചോദിക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു 20,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. ഇദ്ദേഹം ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാറിന് എത്ര ഇൻകം ആയിരിക്കും അതിൽ നിന്ന് കിട്ടുക ടാക്സ് കഴിഞ്ഞിട്ട്? നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ ഒരു ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബ്രോക്കറേജ്, അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന് ഓൺ ആൻ ആവറേജ് കിട്ടുന്ന ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ഒരു 0.75%. ഈ 0.75% എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് 18% GST കൂടി കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്. അപ്പൊ GST കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 0.65% ഒക്കെയാണ് ഓൺ ആൻ ആവറേജ് ഒരു മിക്കവർക്കും കിട്ടുന്നത്. ഇപ്പൊ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു 0.1-0.15% കൂടി എക്സ്ട്രാ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നോർമലി ഇപ്പൊ ഒരു 0.6 അല്ലെങ്കിൽ 0.75% വെച്ച് ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഡയസ് ഇൻവെസ്റ്റിന്റെ ടോട്ടൽ എക്സ്പെൻസിന് ഇപ്പൊ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി വരുന്ന ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 രൂപ ഒരു മാസമാണ്. അതായത് ഏകദേശം 7,200 രൂപയോളം ഒരു കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, കാരണം ഈ പറഞ്ഞ ഫെസിലിറ്റി, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് അതാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു 20,000 റുപ്പീസ് വെച്ച് ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം 20,000 രൂപ വെച്ച് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൺ ആൻ ആവറേജ് ഒരു 12% ഇത് നമുക്ക് ഇപ്പം ഇദ്ദേഹത്തിന് ആവറേജ് റിട്ടേൺ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,40,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,000 രൂപയിൽ താഴെയാണ്. ഒരു 930 രൂപ 940 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം നമുക്ക് ഒരു കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 7,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എങ്കിലും നോർമൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 വർഷമെങ്കിലും ഇവർ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഈ 6,000-7,000 രൂപ നമുക്ക് കിട്ടി തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച്, കാരണം വേറൊന്നല്ല, ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് വേണമെങ്കിൽ 50% കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ കോർ വാല്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം പണം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമ്മൾ നിക്ഷേപകർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ 50% കമ്മീഷൻ വേണ്ടെന്ന് വെച്ച് നമ്മൾ 0.6 അല്ലെങ്കിൽ 0.7 പുറകെ പോകുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അതായത് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ 5 വർഷം 10 വർഷം 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ധൈര്യമായിട്ട് ആ കസ്റ്റമറിൻ്റെ അടുത്ത് ചെല്ലാം. കാരണം അതിനുള്ളിൽ അവരെ സംബന്ധിച്ച് നല്ലൊരു വെൽത്ത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇപ്പൊ നമുക്ക് മുടക്കുന്ന തുക പോലും കിട്ടാത്തൊരു സിറ്റുവേഷനിലും നമ്മൾ ഈ ഫണ്ട് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് അവര് ഇപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസും ഇതിനെല്ലാം വെക്കുന്നതുകൊണ്ട് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ മിനിമം, അതായത് 20,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാത്തവരെ നമ്മൾ ഓൺ ബോർഡ് ചെയ്യാത്തതിന് കാരണം നമ്മളെ കോസ്റ്റ് വൈസ് ഇപ്പോൾ ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10 വർഷം കൊണ്ട് പോലും നമുക്ക് ബ്രേക്ക് ഈവൻ, അതായത് നമ്മളെ എക്സ്പെൻസ് പോലും മാനേജ് ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിനെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഗോൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നാളെ അവർക്ക് 5 കോടി 10 കോടി ചിലപ്പോൾ 100 കോടിയൊക്കെ എത്തുന്ന പല കസ്റ്റമേഴ്സും അടുത്തൊരു 10 വർഷം 15 വർഷം കൊണ്ട് ആകും എന്ന് നമുക്കറിയാം. ഇപ്പം തന്നെ ഡയസ് ഇൻവെസ്റ്റിൻ്റെ ഇപ്പോൾ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 750-ലധികം മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഡയസ് ഇൻവെസ്റ്റ് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 23-24 ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഡയസ് ഇൻവെസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2027 ആകുമ്പോഴേക്കും ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 3000-ലധികം മില്യനേഴ്സ്, ഏകദേശം ഒരു 150-200 ക്രോർപതീസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പം ഇന്ന് ഇപ്പം 5000, ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 തോന്നുന്നു, 2008 വെറും 5000 രൂപക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഒരു വ്യക്തിയുടെ ഇന്നത്തെ പോർട്ട്ഫോളിയോ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ 5000 മാത്രമല്ല, അദ്ദേഹത്തിന് കൺവിൻസ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗ്രാജുവലി SIP എമൗണ്ട് കൂട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 കോടിയിലധികം രൂപയുണ്ട്. 1.5 കോടിയിലധികം രൂപയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈവൻ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു കസ്റ്റമർ പോലും നാളെ ആ ഒരു ലെവലിലേക്ക് വളർത്താൻ, അവരെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. എനിക്ക് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തി അന്ന് ഇപ്പം ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ വഴി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ 1.5 കോടിയുടെ അവിടെ ഒരു 20 ലക്ഷം രൂപ പോലും ഉണ്ടാവില്ല. കാരണം മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ഒരു പുഷിങ് പ്രൊഡക്റ്റാണ്. ആരെങ്കിലും പുഷ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാളത്തെ ഭാവിക്ക് വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം നടത്തിയതിന് ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ ഇതൊരു ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ആണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ ഡയസ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോളജ് തരാനുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ഗൈഡ് ലൈൻസ് പ്രകാരം എന്തെങ്കിലും ചേഞ്ചസ്, ഡോക്യുമെന്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളെ പുഷ് ചെയ്യാനും അവിടെ ഒരാളുണ്ടാവും. ഈ പുഷ് ചെയ്യാന്ന് പറയുന്നത് പുഷ് ചെയ്ത് അവരുടെ ഗോളിലേക്ക് എത്തിക്കാന്നുള്ളത്. അതായത് അതെ, പുഷ് ചെയ്യണ എന്തേ ഇപ്പൊ നമുക്ക്, കാരണം ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിലൊരു ചൊല്ലുണ്ട്, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു അത്ലറ്റിന് 100 മീറ്ററിൽ ഇപ്പൊ വിൻ ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്ത് കംഫർട്ടായിട്ടിരുന്ന ഒരു കാരണവശാലും ഒരു വലിയ ലക്ഷ്യം നേടാൻ പറ്റൂല. അപ്പൊ നോർമലി ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ, ഇപ്പൊ എനിക്ക് റിട്ടയർമെന്റിന് വേണ്ടി 5 കോടി രൂപ കണ്ടെത്തണം. ഈ 5 കോടി രൂപ കണ്ടെത്തണമെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു തള്ളൽ വേണം. എന്നാൽ മാത്രമേ ഇപ്പോഴുള്ള കാര്യം മാറ്റിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ തള്ളാൻ വേണ്ടി ഉള്ള ആ ഒരു പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേഷൻഷിപ്പ് മാനേജേഴ്സ്, നമ്മളെ ടീം അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എന്തിനു വേണ്ടി? അവരെ ഗോൾ എത്തിക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങളിപ്പോൾ ഏകദേശം 20-21% ആവറേജ് റിട്ടേൺ കഴിഞ്ഞ ഏകദേശം 28-29 വർഷമായിട്ട് ആവറേജ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ റിട്ടേൺ എടുത്ത് നോക്കിയാൽ അത് ഓൾറെഡി തന്ന റിട്ടേൺ ആണ്.